പ്രൈസ് ദ ലോർഡ്. ഞാൻ അച്ചാമ്മ തോമസ്, എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ 2019 സാറിൻ്റെ ഒരു 2 ഡേ കഷ്ടി 2 ദിവസത്തെയുള്ള തിയോളജി ഓഫ് ദ ബോഡി പ്രോഗ്രാം കൂടിയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഒരുപാട് സംശയങ്ങൾ മാറുകയും ഒരുപാട് കാഴ്ചപ്പാടുകൾ മാറി പുതിയ കാഴ്ചപ്പാട് തരാൻ സഹായിച്ചതായിരുന്നു അത്. അന്ന് മുതൽ ഐ ഹാഡ് എ പാഷൻ ടു ലേൺ മോർ ഓഫ് ഇറ്റ്. കുറച്ചൊക്കെ പഠിച്ചു സാറിൻ്റെ ഗൈഡൻസിൽ. അത് കഴിഞ്ഞപ്പം കുറച്ചും കൂടി ഇത് 4 ദിവസത്തെ ആയതുകൊണ്ട് അതിൽ കൂടാനായിട്ട് ദാഹത്തോടെ തന്നെയാണ് വന്നത്. ഫുൾട്ടൺ ജേഷി എന്നുള്ള വിശുദ്ധനായിട്ടുള്ള ബിഷപ്പിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, പോളണ്ടിൽ നിന്നൊരു തീപ്പൊരി വരും എന്നൊരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട്. ഹു വിൽ പ്രിപ്പയർ ദ വേൾഡ് ഫോർ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ 2ാം വരവിന് ലോകത്തെ ഒരുക്കുന്ന തീപ്പൊരി പോളണ്ടിൽ നിന്ന് വരുന്നത് 100 വർഷം മുമ്പ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് തിയോളജി ഓഫ് ദ ബോഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് പഠിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫർ പറഞ്ഞിട്ടുണ്ട് ജോർജ് വീഗൽ, തിയോളജി ഓഫ് ദ ബോഡി ഈസ് എ ടിക്കിംഗ് ടൈം ബോംബ് വിച്ച് വിൽ ബി ഒരു ആൻറ്റിഡോട്ടായിരിക്കും ഇന്നത്തെ പ്രസൻറ്റ് കൾച്ചറൽ സെക്ഷൽ റെവല്യൂഷന് ആൻറ്റിഡോട്ടായിട്ടുള്ള ഒരു നല്ല അർത്ഥത്തിൽ പൊട്ടാൻ പോകുന്ന ബോംബായിരിക്കും എന്ന് പറഞ്ഞത്. അത് വളരെ സത്യമാണെന്ന് ഓരോ തവണ ഇതിൻ്റെ ക്ലാസ് കേൾക്കുമ്പോഴും ഐ എം ഗെറ്റിംഗ് മോർ ആൻഡ് മോർ കൺവിൻസ്ഡ് ഓഫ് ദാറ്റ്. എനിക്ക് പരിശുദ്ധാത്മാവിനോട് വളരെ കൂടുതൽ അടുപ്പം തോന്നാനായിട്ട് സാറിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് മറ്റാരും പഠിപ്പിക്കാത്ത പോലത്തെ ക്ലാസ്സാണെന്ന് നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായി കാണും. പരിശുദ്ധാത്മാവിനോട് കൂടുതൽ സമയം വർത്തമാനം പറയാൻ പറ്റും. ജീവിതത്തിൽ എന്ത് ഉത്കണ്ഠ വന്നാലും അതപ്പോൾ നമുക്ക് അങ്ങോട്ട് സമാധാനവും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് നീ ഇത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ. അതുപോലെ 31:27 ഒരു വിഷ്വല് കാണിച്ചു സാറ്. ആ ഒറിജിനൽ മറച്ചു വെച്ചിട്ട് നമ്മളാണ് ആ മിറർ, നമ്മളാണ് ആ ഈശോനെ പ്രതിഫലിപ്പിക്കേണ്ടത്, റിഫ്ലക്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പം എനിക്കൊരു ചിന്ത വന്നു, തടാകത്തിൽ അഴുക്കുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ ശരിയാവില്ല. സാറ് കാണിച്ച വിഷ്വലിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു ആ ലേക്ക്. അപ്പം ലേക്ക് എത്ര ക്ലിയർ ആണോ അത്ര നല്ലോണം റിഫ്ലക്ഷൻ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പം നമ്മളുടെ പേഴ്സണൽ സാങ്ക്ടിഫിക്കേഷൻ എത്ര നല്ലതാണോ അത്ര അനുസരിച്ചേ നമുക്ക് ഈ ഒറിജിനലായിട്ടുള്ള നമ്മളിൽ മറിഞ്ഞിരിക്കുന്ന ദൈവത്തെ റിവീൽ ചെയ്യണം, റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഈ തിയോളജി ഓഫ് ദ ബോഡിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മളാകുന്ന ആ മിറർ കൂടുതൽ സാങ്ക്ടിഫൈഡ് ആവാനായിട്ടെന്ന് എനിക്ക് ഒരു ചിന്ത വന്നു. എന്നെ കോരിധരിപ്പിച്ച വേറൊരു സത്യമാണ് മൈ ബോഡി ഈസ് എ സാക്രമെൻറ്റ്. 7 കൂദാശയല്ല, പക്ഷേ കൂദാശയുടെ ഫങ്ഷൻ മുഴുവൻ ഈ ശരീരം. ഞാൻ ഇടയ്ക്ക് എൻ്റെ ശരീരത്തമ്മ നോക്കുമ്പോൾ ഒക്കെ ഇടയ്ക്ക് ഇത് ഓർക്കും, എൻ്റെ ശരീരം ഒരു കൂദാശയാണല്ലോ എന്ന്. അതും എനിക്കൊരു വലിയ റെവലേഷനായിരുന്നു. അത് എന്നെ ഡെലിവർ ചെയ്തൊരു ട്രൂത്തായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തി കിട്ടാത്തതെന്ന്. അത് ഹ്യൂ ഹെഫ്നറുടെ അനുഭവവും അതുപോലെ അൾട്ടിമേറ്റ് ഫുൾഫിൽമെൻറ്റ് എന്തിലാണെന്നുള്ളത് സാറ് പഠിപ്പിച്ചതും ഇറ്റ് വാസ് എ മൈൻഡ് ബ്ലോയിങ് ട്രൂത്ത് ടു മീ. ഒരുപാട് സംശയങ്ങളും അതുപോലെ സകല ദാഹമോഹങ്ങളും ദൈവവുമായിട്ട് ഒന്നായി തീരാനുള്ള ആ ദാഹമാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എൻ്റെ കുറേ വേൾഡ്ലി തിങ്സിനോടുള്ള ആഗ്രഹങ്ങളൊക്കെ കുറഞ്ഞു വരാനായിട്ടും കുറേ കൂടെ ദൈവത്തോട് അടുക്കാനായിട്ട് ഇൻസൈറ്റ് വളരെ സഹായിച്ചു. സാറ് പറഞ്ഞു, സെയിൻറ്റ് അഗസ്റ്റിൻ്റെ കോട്ട്, നോ സിൻ ദാറ്റ് ക്യാൻ ഗോ ബിയോണ്ട് ദ ക്രോസ്. കുരിശിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പാപമില്ല എന്നുള്ളത് അത് പിള്ളേരോടും ഞാൻ തന്നെയും വീണു പോകുമ്പോൾ എന്നെയും ആശ്വസിപ്പിക്കുന്ന ഒരു ട്രൂത്തായിരുന്നു അത്. കുംഭസാരത്തിൻ്റെ ക്ലാസ്സിൽ സാറ് പറഞ്ഞു, മോർ ദാൻ ഫോക്കസിങ് ഓൺ അവർ ഓൺ ബിഹേവിയർ, ഫോക്കസ് മോർ ഓൺ ഹിസ് ലവ്. ശരിക്കുള്ള സുവിശേഷ വേല ഇതാണ്. ജനത്തിന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഡെപ്ത് കാണിച്ചു കൊടുത്താലേ ജനം ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ. ഇന്ന് കാലത്തും കൂടെ സാർ പഠിപ്പിച്ചു CCC 27 കോൺസ്റ്റൻ്റ്ലി ഒരു മാഗ്നറ്റ് പോലെ ദൈവം നമ്മളെ വശീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അടയാളമാണ് നമ്മളത് അറിഞ്ഞില്ലെങ്കിൽ ഏർത്ത്ലി തിങ്സിനോടുള്ള ദാഹം. സിൻഫുൾ പ്ലഷേഴ്സും സ്പോർട്സ് ഇതൊക്കെ ദാഹം. ഇറ്റ് ഈസ് ആക്ച്വലി എ ഹങ്കർ ഫോർ യൂണിയൻ വിത്ത് ഗാഡ് എന്ന് തിരിച്ചറിഞ്ഞു. പോപ്പ് ബെനഡിക്റ്റിൻ്റെ ഒരു കോട്ട് സാറ് പഠിപ്പിച്ചത് ഞാൻ മറക്കില്ല. എവറി ഹങ്കർ ഈസ് ആക്ച്വലി എ ഹങ്കർ ഫോർ യൂണിയൻ വിത്ത് ഗാഡ്. ഈ ദാഹം ഇറ്റ് ഈസ് ഇംപ്രിൻറ്റഡ് വിത്ത് ഫയർ ഇൻ എവറി ഫൈബർ ഓഫ് അവർ ബീങ്. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ശരീരത്തിന്മേൽ നോക്കും, ഇത് ഈ ദൈവദാഹമാണ് സകല ദാഹത്തിൻ്റെയും കാരണമെന്ന് മനസ്സിലാക്കി തന്നു. ഇത്ര ടഫ് ടോപ്പിക്കായിട്ടുള്ള തിയോളജി ഓഫ് ദ ബോഡി നമുക്ക് ആ ടെക്സ്റ്റ് വായിച്ചാൽ അധികമൊന്നും മനസ്സിലാവില്ല. ഞാൻ വേറെ 2 സെമിനാർ കൂടിയിട്ടുണ്ട്, പക്ഷേ
ഇതുപോലെ ഡീപ്പ് സത്യങ്ങൾ ഇത്ര സിമ്പിളായിട്ട് മനസ്സിലാക്കി തരുന്ന സാറ് പറഞ്ഞു കത്തോലിക്ക സഭ എത്ര റിച്ചാണെന്ന്. അപ്പോൾ കുർബാനയിലൊരു പ്രാർത്ഥനയുണ്ടല്ലോ, സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭ. അതെത്ര അർത്ഥവത്താണെന്ന് മനസ്സിലായി. കുർബാനയിൽ അവർണ്ണനീയമായ ദാനത്തിന് നന്ദി എന്നുള്ളതൊക്കെ ഇപ്പോൾ ശരിക്കും മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കാൻ പറ്റും. താങ്ക് യു ഫോർ ദ ഇന്നെഫബിൾ ഗിഫ്റ്റ് ഓഫ് യുവർ സൺ. കുർബാനയിൽ ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴും നമ്മളിങ്ങനെ ജ്വലിക്കും ഈ തിയോളജി ഓഫ് ദ ബോഡി കൂടി കഴിഞ്ഞിട്ട്. ജീസസ് ദ ക്രേസി മാഡ് ലവർ, എന്നെ കോരിത്തരിപ്പിച്ച ഒരു ക്ലാസ് ആയിരുന്നു അത്. ഗോഡ് വാണ്ട്സ് ടു മാരി യസ്. പ്രേമിക്കുന്ന എല്ലാവരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാറില്ല. ദൈവം നമ്മളെ പ്രേമിക്കുക മാത്രമല്ല, ഹി വാണ്ട്സ് ടു മാരി യസ്. മാരി ചെയ്യണ എല്ലാവർക്കും ഒന്നാവാൻ ആഗ്രഹമില്ല. എന്നോട് 2 യങ് പെൺകുട്ടികൾ വൈഫ്സ് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിന് പോൺ അഡിക്റ്റാണ്, അതുകൊണ്ട് യൂണിയന് താല്പര്യമില്ല എന്ന്. അപ്പോൾ ജീസസ് നോട്ട് ഓൺലി ലവ്സ് us, he wants to marry us. നോട്ട് ഓൺലി വാണ്ട്സ് ടു മാരി us, he wants യൂണിയൻ വിത്ത് us. എന്തിനാ യൂണിയൻ? അനേകം കപ്പിൾ യുണൈറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് കുഞ്ഞിനെ വേണ്ട, ലൈഫ് വേണ്ട. ഈശോ നമ്മളുമായിട്ട് യൂണിയന് വരുന്നത് ഇറ്റ് ഈസ് നോട്ട് സെക്ഷൽ യൂണിയൻ ബട്ട് സ്പിരിച്വൽ യൂണിയന് വരുന്നത് ടു ഇംപ്രഗ്നേറ്റ് us വിത്ത് നിത്യജീവൻ ഗർഭം ധരിപ്പിക്കാനാണ്. ഇതൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആ ഓസ്തിയിലേക്ക് നോക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഓരോ ദിവസവും വി ഫീൽ സോ മച്ച്, എന്താ കണ്ണ് നിറയും ഈ ക്രേസി ലവറിൻ്റെ ഇങ്ങോട്ടുള്ള സ്നേഹം ഓർത്ത്. അതാണ് നമ്മളെ ഹി ഫസ്റ്റ് ലവ്ഡ് us. അതാണ് നമുക്ക് തിരിച്ച് സ്നേഹിക്കാനായിട്ടുള്ള മോട്ടിവേഷൻ തരുന്നത്. ഈ പ്രോഗ്രാം അനേകർക്ക് തീർച്ചയായിട്ടും അവരെ ട്യൂബിയുടെ ഫയർ കൊണ്ട് കത്തിക്കും. ലോകത്തിലെ അശുദ്ധിയിൽ നിന്ന് രക്ഷിക്കാനുള്ള തീപ്പൊരി മുഴുവൻ ഇതിനകത്തുണ്ട്. പ്രൈസ് ദ ലോർഡ്.